ഹലോ ഓൾ, ഇന്ന് നമ്മൾ പ്ലാസ്മോഡിയം വൈവാക്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്ലാസ്മോഡിയം വൈവാക്സ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. മലേറിയ കോസ് ചെയ്യുന്ന ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം വൈവാക്സ്. അപ്പം അതിൻ്റെ ലൈഫ് സൈക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന് 2 ഹോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, 2 ഹോസ്റ്റ് ഉണ്ട്. ഒന്ന് ഹ്യൂമനും പിന്നെ ഒന്ന് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയും. ഇത്തരത്തിൽ 2 ഹോസ്റ്റുകളാണ് പ്ലാസ്മോഡിയം വൈവാക്സിനുള്ളത്. അതിൽ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ്. ഓക്കെ, പ്രൈമറി ഹോസ്റ്റ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയും സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമനുമാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ആൻഡ് മറ്റൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റിൻ്റെ എസെക്ഷുവൽ സ്റ്റേജ് ആണ് മനുഷ്യനിൽ നടക്കുന്നത്. ഓക്കെ, എസെക്ഷുവൽ സ്റ്റേജ് ആണ് മനുഷ്യനിൽ നടക്കുന്നത്. ആൻഡ് സെക്ഷുവൽ സ്റ്റേജ് നടക്കുന്നത് ആ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സെക്ഷുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത്. സെക്ഷുവൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് ഹ്യൂമനിലായതുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യനിലായതുകൊണ്ട് നമ്മൾ അതിനെ സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നു. ഇത്രയും ക്ലിയർ ആയെന്ന് കരുതാണ്. ഇനി നമ്മളതിൻ്റെ ലൈഫ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ലൈഫ് സൈക്കിൾ കുറച്ച് ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊസ്കിറ്റോയിൽ, മൊസ്കിറ്റോ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊസ്കിറ്റോ ആണെന്ന് കരുതുക. മൊസ്കിറ്റോയുടെ സലൈവയിൽ സ്പോറോസോയിറ്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഈ പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ രോഗം സ്പ്രെഡ് ചെയ്യുന്ന ഫോമാണ് സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന ഫോം. സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന ഫോം ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ഫോമാണ്. ഇത് മൊസ്കിറ്റോൻ്റെ സലൈവയിലുണ്ട്. ഇങ്ങനെ ഈ സ്പോറോസോയിറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന മൊസ്കിറ്റോ നമ്മളെ വന്ന് ബൈറ്റ് ചെയ്യാന്ന് കരുതാം. മനുഷ്യനെ വന്ന് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്പോറോസോയിറ്റ് അതിൻ്റെ മൊസ്കിറ്റോൻ്റെ സലൈവയുടെ കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ മൊസ്കിറ്റോൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സലൈവയിൽ ആൻറ്റി കൊയാഗുലൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ വന്ന് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് കമ്പണൻസ് നമ്മുടെ മൊസ്കിറ്റോൻ്റെ സലൈവയിലുണ്ട്. സോ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത്, വന്ന് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ട് ആവില്ല. സോ അവർക്ക് ഡയറക്റ്റ്ലി ആൻഡ് ഈസിലി ഈ സ്പോറോസോയിറ്റിനെ മനുഷ്യ ശരീരത്തിലേക്ക്, മനുഷ്യൻ്റെ ബ്ലഡ് സ്ട്രീമിലോട്ട് ബൈറ്റ് ചെയ്ത് കടത്തി വിടാനായിട്ട് പറ്റും. ക്ലിയർ ആയില്ലേ? സോ ഇപ്പോൾ ആ ഒരു സ്പോറോസോയിറ്റ് നമ്മുടെ മനുഷ്യൻ്റെ ബ്ലഡിൽ എത്തി. ഇങ്ങനെ എത്തിയിട്ടുള്ള ഈ സ്പോറോസോയിറ്റ് കുറച്ച് നേരം ബ്ലഡിലൂടെ അങ്ങനെ മൂവ് ചെയ്യും. കുറച്ച് നേരം ഇങ്ങനെ സ്ട്രീം ചെയ്ത് ബ്ലഡിലൂടെ അങ്ങനെ മൂവ് ചെയ്യും. അതിനുശേഷം അത് നേരെ ലിവർ സെൽസിലോട്ട് എത്തും. നേരെ എവിടെ എത്തും? ലിവർ സെൽസിലേക്ക് എത്തും. ലിവർ സെൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ലിവർ സെല്ലിൽ നിന്നും ഈ സ്പോറോസോയിറ്റ് ആ ലിവറിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കാൻ തുടങ്ങും. ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്തിട്ട് ഒരു റൗണ്ടഡ് ട്രോഫോസോയിറ്റ് ആയിട്ട് മാറും. സ്പോറോസോയിറ്റ് ലിവറിലെത്തി, ലിവറിലെ ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ഒരു റൗണ്ടഡ് ട്രോഫോസോയിറ്റ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ക്രിപ്റ്റോസോയിറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ക്രിപ്റ്റോസോയിറ്റ് എന്ന് പറയുന്നത്. ഈ ക്രിപ്റ്റോസോയിറ്റിന് ഒരുപാട് ഡിവിഷൻ നടന്നിട്ട്, സെക്ഷൽ അല്ല കേട്ടോ, ഇത് മനുഷ്യനിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരിക്കലും സെക്ഷൽ അല്ല നടക്കുന്നത്. ഒരുപാട് എസെക്ഷൽ റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ട് ക്രിപ്റ്റോസോയിറ്റ് ക്രിപ്റ്റോ മീറോസോയിറ്റ് ആയിട്ട് മാറും. ക്രിപ്റ്റോസോയിറ്റ് ക്രിപ്റ്റോ മീറോസോയിറ്റ് ആയിട്ട് മാറും. അപ്പോൾ ലിവറിലെത്തിയ സ്പോറോസോയിറ്റ് ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ക്രിപ്റ്റോസോയിറ്റ് ആയിട്ട് മാറും. ക്രിപ്റ്റോസോയിറ്റ് ഡിവൈഡ് ചെയ്ത് ഒരുപാട് ക്രിപ്റ്റോ മീറോസോയിറ്റുകൾ ഫോം ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞു ലിവറിൽ വെച്ചിട്ട് ഇവരിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിവറിൽ വെച്ചിട്ട് ഒരുപാട് ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് നമ്പർ ഓഫ് ക്രിപ്റ്റോ മീറോസോയിറ്റ്സ് ഫോം ചെയ്തു. ഒരു നമ്പർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്ത് സംഭവിക്കും? ആ ഒരു ലിവറിൻ്റെ വാള് റപ്ചർ ചെയ്യും. ലിവറിൻ്റെ വാള് റപ്ചർ ചെയ്തിട്ട് ക്രിപ്റ്റോ മീറോസോയിറ്റ്സ് RBCയിലേക്ക് ബ്ലഡിലോട്ട് പ്രവേശിക്കും. അപ്പോൾ ക്രിപ്റ്റോസോയിഡ്സ് എവിടെ എത്തി? ക്രിപ്റ്റോ മീറോസോയിഡ്സ് ബ്ലഡിലെത്തി. ആൻഡ് ബ്ലഡിലെത്തിയതിന് ശേഷം ഇവരൊരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണ്. ആ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ RBCയിൽ ട്രോഫോസൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ട്രോഫോസോയിറ്റ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് മീറോസോയിഡ്സ് ആയിട്ട് മാറും. ഇപ്പോൾ RBCയിൽ വെച്ച് ട്രോഫോസോയിഡ്സ് മൾട്ടിപ്ലൈ ചെയ്ത് മീറോസോയിഡ്സ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ നേരത്തെ ലിവറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്പർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, മീറോസോയിഡ്സിൻ്റെ നമ്പർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? RBCയുടെ വാളും ബ്രേക്ക് ചെയ്യും, മീറോസോയിഡ്സ് പുറത്തേക്ക് വരും. ആൻഡ് ഈ മീറോസോയിഡ്സ്
പുറത്തേക്ക് വന്നിട്ട് ഗാമറ്റോസൈറ്റ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഗാമറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഗാമറ്റോസൈറ്റ്സും ഉണ്ടായിരിക്കും, മെഗാ ഗാമറ്റോസൈറ്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ഗാമറ്റോസൈറ്റ്സ്, മൈക്രോ ഗാമറ്റോസൈറ്റ്സും ഉണ്ടായിരിക്കും, മെഗാ ഗാമറ്റോസൈറ്റ്സും ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ഹ്യൂമൻ ബ്ലഡിൽ ഉള്ള ഫോം എന്ന് പറയുന്നത് സെക്ഷൽ റിപ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഫോമാണ്. ഓക്കെ, മൈക്രോ ആൻഡ് മെഗാ അവരിനി എന്ത് ചെയ്യണം, അവരിനി ഫ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹ്യൂമനിൽ അസെക്ഷൽ മാത്രമേ നടക്കുള്ളൂ എന്ന്. അപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ ചെയ്യാനുള്ള പാകത്തിനുള്ള ഫോമിലാണ് ഹ്യൂമനിലിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു അവസ്ഥയിൽ ഈ ഗാമറ്റോസൈറ്റിക് ഫോമിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യും. മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലഡിലുള്ള ഈ ഗാമറ്റോസൈറ്റിക് ഫോം മോസ്കിറ്റോയുടെ ശരീരത്തിലെത്തുന്നു. ക്ലിയർ ആയല്ലോ? ആ ഒരു ഗാമറ്റോസൈറ്റിക് ഫോം മോസ്കിറ്റോയുടെ ശരീരത്തിലെത്തുന്നു. മോസ്കിറ്റോൻ്റെ ശരീരത്തിൽ വെച്ചിട്ടാണ് സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ? അപ്പം മോസ്കിറ്റോൻ്റെ ശരീരത്തിലെത്തുമ്പോൾ ഈ മൈക്രോ ആൻഡ് മെഗാ ഗാമറ്റോസൈറ്റ്സ് എന്ത് ചെയ്യും, അവർ ഫ്യൂസ് ചെയ്യും. സിൻഗമി നടന്ന് സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് എന്തായിട്ട് മാറും, സൈഗോട്ട് ഊസൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ സൈഗോട്ട് ഫോം ചെയ്തു, സൈഗോട്ട് ഊസൈറ്റ് ആയിട്ട് മാറി. ആൻഡ് ഈ ഊസൈറ്റ് നമ്മുടെ മോസ്കിറ്റോൻ്റെ സലൈവയിലേക്ക് എത്തുകയാണ്. സലൈവയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ ഊസൈറ്റിൽ നിന്ന് ഒരുപാട് സ്പോറോസോയിറ്റുകൾ ഫോം ചെയ്യും. സ്പോറോസോയിറ്റ് എന്താണ്, ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റിയ ഫോമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, വീണ്ടും മാനെ വന്നിട്ട് ബൈറ്റ് ചെയ്യും. മാനിന് എന്ത് സംഭവിക്കും, മാൻ ഇൻഫെക്റ്റഡ് ആകും. ആൻഡ് ഈ ഒരു സെയിം സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അപ്പോൾ ഒന്നും കൂടി പറയാം. സ്പോറോസോയിറ്റ് ആണ് ഇൻഫെക്റ്റഡ് ഫോം. സ്പോറോസോയിറ്റ് എന്തായിട്ട് മാറും, ക്രിപ്റ്റോസോയിറ്റ് ആയിട്ട് മാറും. ക്രിപ്റ്റോസോയിറ്റ് ട്രോഫോസൈറ്റ് ആയിട്ട് മാറും. ട്രോഫോസൈറ്റ് മീറോസോയിറ്റ്സ് ആയിട്ട് മാറും. അത് ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് മാറും. ഇത്രയാണ് മനുഷ്യനിൽ നടക്കുന്നത്. അതിനുശേഷം മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോൾ മോസ്കിറ്റോൻ്റെ ശരീരത്തിൽ പോയിട്ട് ഈ ഗാമറ്റോസൈറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു, ഊസൈറ്റ് ഫോം ചെയ്യുന്നു. ഊസൈറ്റിൽ നിന്ന് വീണ്ടും സ്പോറോസൈറ്റ്സ് ഫോം ചെയ്യുന്നു ആൻഡ് ഇൻഫെക്റ്റഡ് ഫോം. അത് വീണ്ടും മനുഷ്യനെ ബൈറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ലൈഫ് സൈക്കിളിൽ പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ വേണമെന്ന് തോന്നുന്നില്ല, കാരണം ഇത്രയുമാണ് സ്റ്റേജസ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എക്സ്ട്രാ എന്തെങ്കിലും പോയിൻറ്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന മറ്റ് പോയിൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇത്രയാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.